ഇവിടെ ഇരിക്കാം, പള്ളിയുടെ ഏറ്റവും പുറകിൽ അകത്തേക്ക് എടുത്തോ. അതോടൊപ്പം താഴെ പറയുന്ന വിശിഷ്ട വ്യക്തികളായ ബഹുമാനപ്പെട്ട മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ്, മന്ത്രി ഫാദർ ടൈഗർ പ്രണാമം, ഇനി എടുക്കാനുള്ള ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ആ പാനസോണിക്കിൻ്റെ ആ ഇതെടുക്കാനുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോമോനസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായവർക്ക്. Next I invite Father Titus Satamatham to give welcome address. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ശ്രീ പി ജോസഫ് സാറ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫാദർ സാബു മാലിപ്പുറത്തെ നമ്മുടെ എല്ലാം പ്രിയങ്കനായ പ്രിയാദേശൻ, ഇന്നത്തെ ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ശ്രീ പി ജെ ജോസഫ് സർ, ഇന്ന് ജൂബിലി നിറവിൽ ഞങ്ങളോടൊത്ത് സന്തോഷിച്ച ദൈവത്തിന് നന്ദി പറയുന്ന ഞങ്ങളെല്ലാമെല്ലാമായ ജോമൻ ചേട്ടായി, വേദിയിലിരിക്കുന്ന മറ്റ് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വൈദികര്, ഞങ്ങളുടെ കാരണവന്മാർ, അപ്പാപ്പന്മാര്, കുഞ്ഞമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി, ഇന്ന് തട്ടാമറ്റും കുടുംബത്തിനും കരിങ്കുന്നം ഇടവകയ്ക്കും SVD സഭയ്ക്കും വളരെയധികം സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. നമ്മുടെ എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പ്രിയങ്കനായ ജോമനച്ഛൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പൗരോഹിത്യം സ്വീകരിച്ച നാൾ മുതൽ ഈ കഴിഞ്ഞ 25 വർഷക്കാലം കർത്താവ് നൽകിയ ഓരോ താലന്തും അത് മണ്ണിൽ കുഴിച്ചിടാതെ അത് വർദ്ധിപ്പിച്ച് തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, കുടുംബങ്ങളെ കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ, വ്യക്തികളെ ആനന്ദത്തിലേക്ക് നയിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ജോമനച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകിയോ ആ മേഖലയിലെല്ലാം ആത്മാവിന്റെ നിറവിൽ അനേക മക്കളെ ക്രിസ്തീയ വിശ്വാസ പൂർണ്ണതയിലേക്ക് വളർത്തുവാൻ പ്രിയപ്പെട്ട ജോമൻ ചേട്ടായിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ചേട്ടായി തന്നെയാണ്. ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാം വ്യക്തിപരമായി നല്ല നിലയിലേക്ക് ഉയരുവാൻ ആത്മീയവും വൈകാരികവും ബൗദ്ധികവുമായ നല്ല ഉപദേശങ്ങൾ തന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജോമൻ ചേട്ടായെ ഞങ്ങളെപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. SVD സഭയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ചേട്ടായി തന്നെയാണ്. എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കടമ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളത്. എങ്കിലും അതിനു മുൻപായി ജോമനച്ഛന്റെ പൗരോഹിത്യ ക്ഷേമത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. 1962 ഓഗസ്റ്റ് മാസം 5-ാം തീയതി പൂജാതരായി 10ാം ക്ലാസ് പഠനശേഷം 1977 SVD സെന്റ് ജോൺസ് മിഷൻ സെമിനാരി ചങ്ങനാശ്ശേരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ചു. തുടർന്ന് മധ്യപ്രദേശില് ഇൻഡോറിൽ അടുത്തുള്ള കുർദ എന്ന സ്ഥലത്ത് നവവിഷയത്തും പൂനെയിൽ തത്വശാസ്ത്രവും
ദൈവശാസ്ത്രവും പഠനത്തിന് ശേഷം 1990 മെയ് മാസം 14-ാം തീയതി അഭിമന്യ അബ്രഹാം വിരുത്തിക്കുളങ്ങര പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. അതിനുശേഷം ഒറീസയിലുള്ള റൂർക്കല ജില്ലയിലെ കിരളാക ഇടവകയിൽ അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റായും തുടർന്ന് ഒറീസയിലെ തന്നെ ബോണ്ടമുണ്ട എന്ന ഇടവകയിൽ പാരിഷ് പ്രീസ്റ്റായി, പിന്നീട് ബെനിമിത്രാപൂർ ഒറീസയിലെ തന്നെ മറ്റൊരു വലിയ ഇടവക, തുടർന്ന് പൂനെയിൽ പാസ്റ്ററൽ സൈക്കോളജിയിൽ ഫോർമേഷനിൽ പഠനത്തിന് ശേഷം ഒറീസയിലെ പൂരി എന്ന സ്ഥലത്ത് 5 വർഷം മിഷണറിയായി സേവനം ചെയ്തു. 2001 ഫാമിലി കൗൺസിലിംഗിൽ ഡിഗ്രി പഠനത്തിന് ശേഷം 2002 മുതൽ 2004 വരെ ചങ്ങനാശ്ശേരിയിലുള്ള ജോൺ ബോൾ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാരേജ് ആൻഡ് ഫാമിലി എന്ന വിഷയത്തിൽ ലൈസൻഷ്യേറ്റ് ബിരുദാനന്ദ ബിരുദം നേടി. പിന്നീട് 2005 മുതൽ ത്രിപുരയിലെ അഗർത്തല ഡയസിസിൽ മൈനസിനാരി ഡയറക്ടറായി സേവനം ചെയ്തു. പിന്നീട് 6 മാസത്തോളം റോമിൽ ഉപരിപഠനത്തിന് പോയി. ഇപ്പോൾ ആസാമില് ഗുവാഹട്ടിയിൽ ജോൺ ബോൾ സെക്കൻഡ് കൗൺസിലിംഗ് സെന്റർ, അത് അഗർത്തല ഗുവാഹട്ടി രൂപതയുടെ കൗൺസിലിംഗ് സെന്ററാണ്. അതിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി അനേക വൈദികർക്ക് സന്യസ്തർക്കുള്ള ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് കൗൺസിലിംഗിലൂടെ സ്വാതന്ത്ര്യവും സൗഖ്യവും നൽകുവാൻ അച്ഛനെ ദൈവം അനുവദിച്ചു. സ്നേഹമുള്ളവരെ, ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ജോസഫ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ജോമനച്ചന് സാധിച്ചു എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ്. ഞാൻ ജോമനച്ചനോട് ബന്ധപ്പെട്ടുള്ള പല വ്യക്തികളെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയും ഒക്കെ കാണാറുണ്ട്. അവരെല്ലാവരും എന്നോട് പറയുന്ന കാര്യം ഇതാണ്: അച്ഛനെ ഒരിക്കൽ കണ്ടാൽ പിന്നെ ആരും മറക്കുകയില്ല. ഒരിക്കൽ അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ആ മുഖം മറക്കുകയില്ല. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ആ കണ്ടുമുട്ടലിൽ തന്നെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ അനുഭവിക്കുവാനായി ദൈവം പ്രത്യേകം കൃപ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ജോമൻചേട്ടയുടെ ഒട്ടും സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ സന്തോഷിക്കുകയാണ്. ഇത്രയും നല്ല ഒരു സഹോദരനെ ഞങ്ങൾക്ക് നൽകിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. സ്നേഹമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായി എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ അനുമോദന യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ അനുമോദന യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാബുവച്ചനാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലം അച്ഛൻ ഈ ഇടവകയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇടവകയുടെ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ അച്ഛന് സ്ഥാനമുണ്ട്. അച്ഛൻ മറ്റന്നാൾ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അച്ഛന് പുതിയ സ്ഥലത്തേക്കുള്ള എല്ലാ ആശംസകളും യോഗത്തിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരിയേറെ തിരക്കുള്ള വ്യക്തിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ PJ ജോസഫ് സാർ. നമ്മുടെ PJ ജോസഫ് സാറുമായി കർത്താവിന്റെ കുടുംബത്തിന്, ജോമനച്ചന് വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്.
എപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരിയായി ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു കുടുംബാംഗം എന്ന നിലയിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജോസഫ് സാറിന്റെ വീട്ടിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ജോമോനസിന്റെ ജൂബിലിക്കായി ഞങ്ങൾ ക്ഷണിക്കാൻ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ വരാമെന്ന് ഏൽക്കുകയും ഏറ്റവും സ്നേഹത്തോടെ ഇങ്ങോട്ട് ഞങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുവയ്ക്കുവാനായി സാർ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാറിനെ ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. ആശംസാ പ്രസംഗത്തിനായിട്ട് നമ്മളെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വലിയതായി ജേക്കബ് കളപ്പുരയിലച്ചൻ, ഞങ്ങളുടെ സന്യസ്ത കൂട്ടായ്മയിൽ ഏറ്റവും മുതിർന്ന കരിമന്നത്ത് നിന്നുള്ള വൈദികരെയും സന്യസ്തരുടെയും കൂട്ടായ്മയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ജേക്കബ് കളപ്പുരയച്ചനുണ്ട്. അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് ആശംസ അർപ്പിക്കുവാനായി ഇവിടെ വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടുമനിക്കൽ SVD സെന്റ് ജോൺസ് മൈനർ സെമിനാരി റെക്ടറാണ്. അതിലുപരിയായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ അതേ സമയത്ത് തിയോളജി പഠിച്ചു. മൈക്കിളച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം വേദിയിലായിരിക്കുന്നത് ഞങ്ങളെല്ലാം പ്രിയങ്കരിയായ ശാന്തകുഞ്ഞമ്മ, ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത് ശാന്തകുഞ്ഞമ്മ എന്ന സിസ്റ്റർ ക്രിസ്റ്റീൻ അമ്മച്ചിയുടെ സഹോദരിയാണ്. ശാന്തകുഞ്ഞമ്മയാണ് ജോമനച്ചൻ ദൈവവിളിയിലേക്ക് വളരുന്നതിന് പ്രധാന കാരണം. കുഞ്ഞമ്മയുടെ ഇൻസ്പിറേഷനും മിഷനെ കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കലും തീർച്ചയായിട്ടും ഈ ദൈവവിളിയിലേക്ക് വളരുന്നതിനായി സഹായിച്ചിട്ടുണ്ട്. കുഞ്ഞമ്മയെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മോടൊത്ത് ആയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ സ്നേഹത്തോടെ അമ്മച്ചിയെ വിളിക്കുന്നത് ഞങ്ങളുടെ മദർ സുപ്പീരിയർ എന്നാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം രാപകൽ പ്രാർത്ഥിക്കുന്ന, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചി തീർച്ചയായിട്ടും രാത്രി അവസരത്തിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വേദിയിൽ ഉണ്ടാകേണ്ടതായി ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾക്ക് ധ്യാനങ്ങൾ നടക്കുമ്പോഴൊക്കെ ആദ്യത്തെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തി അമ്മച്ചിയാണ്. അമ്മച്ചി ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ തട്ടാമറ്റം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന 2 കാരണവന്മാര് സൗമ്യപ്പാപ്പന്, ദേവിയപ്പാപ്പന്, ഇവരെ 2 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും മൂത്ത സഹോദരൻ TC തോമസ് ചേട്ടായിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന SVD സഭയിലെ വൈദികര്, നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിലെ വൈദികര്, ഞങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് രൂപതയില് സന്യാസമംഗളപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹിതര്, സുഹൃത്തുക്കള്, കുടുംബാംഗങ്ങള്, നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ ടൈറ്റൻ. അടുത്തതായി രജത ജൂബിലി ആഘോഷിക്കുന്ന ജോമോനച്ചനെ പൊന്നാര അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. അച്ഛനെ പൊന്നാര അണിയിച്ച് ആദരിക്കുന്നതിനായി തുമ്മിയപ്പാപ്പനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് സാറിന് ഞാൻ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു പ്രത്യേക ഷോളാണ്. ഇവിടെ
നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ, അതായത് ആസാം പോലുള്ള 7 സ്റ്റേറ്റ്സിൽ ഉള്ള ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവിടെ ഒരുപാട് റീത്ത അല്ലെങ്കിൽ സ്റ്റോൾ എന്ന് പറയും, അതിട്ടാണ് ഏറ്റവും വലിയ DAPമാരെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ജോസഫ് സാറിനും ഒന്ന് വികാരത്തിന് കൊടുക്കാനായിട്ട്. ഇത് നോർത്ത് ഈസ്റ്റിൻ്റെ സ്പെഷ്യലാണ്. അതുകൊണ്ട് സാറിന് ഇതിട്ട് ഞാൻ സ്വീകരിക്കുന്നു. വികാരത്തിന് കുഞ്ഞുമ്മ ഷോളത്തിരിക്കുകയും. താങ്ക് യു ഫാദർ. ഈ ജൂബിലി കൂടുതൽ മധുരതരമാക്കുന്നതിന്റെ ഭാഗമായി കേക്ക് മുറിക്കുന്ന ചടങ്ങാണ്. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുവാനായി ജോമോനിസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു എവരിബഡി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കരിമണം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ വികാരി റവറൻ ഫാദർ സാബു മാൽത്തിരുത്തലിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീഭരമേറ്റ വിശിഷ്ട സ്ഥാനം. മാലാഹമാർക്ക് പോലും അപ്രാപ്യമായി, മാലാഹമാർ പോലും ബഹുമാനത്തോടെ നോക്കുന്ന ഈ പദവി നിസ്സാരരായ മനുഷ്യർക്ക് നൽകുന്ന ദൈവത്തെ ആദ്യമായി നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ മഹനീയമായ സ്ഥാനം ജോമോൻ തട്ടാമറ്റത്തിനച്ഛന് ലഭിച്ചതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതോടൊപ്പം ഈ വൈദിക ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കുവാൻ ദൈവം അനുവദിച്ച അതിനേക്കാൾ വലിയ ഭാഗ്യമായും അനുഗ്രഹമാണ് വർഷം വൈദിക ജീവിതം നയിക്കുവാനും ആ 25 വർഷം തീഷ്ണതയോടെ ജീവിക്കുവാനും ജോമോനച്ഛനെ കഴിഞ്ഞു എന്നത് ദൈവം അദ്ദേഹത്തിന് നൽകിയ വലിയ അനുഗ്രഹവും കൃപയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ക്രൈസ്തവ ജീവിതത്തിന് നിരവധിയായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന സ്ഥലത്ത് തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ ഈ 25 വർഷവും സാധിച്ചു എന്നത് ദൈവം അദ്ദേഹത്തോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഞാൻ കരുതുന്നു. ജോമോനച്ഛനെ സംബന്ധിച്ചിടത്തോളം
കരികുന്ന ഇടവഴിക്ക് എന്നും അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു വൈദികനാണ്. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹവുമായി ഇടപെടുന്നവർക്ക് എപ്പോഴും നല്ല ഓർമ്മകൾ സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവമാണ്. ആ രീതിയിൽ ഈ ദേവാലയത്തിൻ്റെ വികാരി എന്ന നിലയിൽ ഈ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിരവധി തവണ ജോമോനച്ചൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും ഒക്കെ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തട്ടാമറ്റത്തിൽ ഈ ഇടവകയിലെ വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു കുടുംബമാണ് തട്ടാമറ്റത്തിൽ. ആ കുടുംബാംഗങ്ങളുടെ സ്നേഹവും പ്രത്യേകിച്ച് ഇന്നും ദേവാലയത്തിൽ തീക്ഷ്ണതയോടെ ആരോഗ്യമൊക്കെ അനാരോഗ്യത്തിൻ്റെ നടുവിലും തീക്ഷ്ണതയോടെ വന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ജോമോനച്ചൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ എല്ലാവരും അഭിയുടെ പിതാവ് സഹിതം പറഞ്ഞതുപോലെ ആ അമ്മയുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയും നിർമ്മലമായ ജീവിതവുമാണ് തീർച്ചയായും ഈ വൈദിക മക്കളെ ഇന്നും ഈ വൈദിക വൃത്തിയിൽ തുടരുന്നതിന് ഏറ്റവും പ്രചോദനവും ഏറ്റവും അടിസ്ഥാനമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ജോമോനച്ചനും അതുപോലെ തട്ടാമറ്റത്തിൽ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ വലിയ സന്തോഷത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ നന്മകളും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജൂബിലിയുടെ മംഗളങ്ങൾ ഒരു ഗാനരൂപത്തിൽ കോർത്തിണക്കി ഒരു നല്ല മംഗളഗാനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലെ ഇടവകാംഗങ്ങൾ. I
താങ്ക് യു എവരിബഡി. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് അവരെ ക്ഷണിക്കുന്നു. അലങ്കരിക്കുന്നു. റവറൻ ഫാദർ സാബു മാനിക്കടുത്ത് ഇന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധാകരമായിരിക്കുന്ന ഫാദർ ജോമോൻ തട്ടാമറ്റം, ഈ അധ്യക്ഷവേദിയിലുള്ള ഫാദർ ജേക്കബ് കളപ്പുരയിൽ, റവറൻ ഫാദർ മൈക്കിൾ വീഡി, Father Titus, Sister Christine, ജോമനച്ചൻ്റെ മാതാവ് പ്രിയപ്പെട്ട അന്നക്കുട്ടി അമ്മ, തട്ടാമാറ്റത്തിൽ കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് കരുണ തോന്നി. അവര് ഇടയിലില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരായി. വിളവ് വളരെ, കൊയ്ത്തുകാർ ചുരുക്കം. നല്ല കൊയ്ത്തുകാരെ ലഭിക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു. ഇന്നും ജനക്കൂട്ടം അസ്വസ്ഥരാണ്. എവിടെയായാലും നല്ല കൊയ്ത്തുകാരെ ആവശ്യമാണ്. അത് ലഭിക്കണമെങ്കിൽ വിളവിൻ്റെ നാഥന്, ദൈവത്തിന് മാത്രമേ ആ കൊയ്ത്തുകാരെ നൽകുവാൻ കഴിയൂ. നമുക്ക് 25 വർഷം മുമ്പ് ജോമോൻ അച്ഛനെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാനായി ലഭിച്ചു. വളരെ സുത്യർഹമായ നിലയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 25 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ഒറീസയിലും ഇപ്പോൾ ഗോഹട്ടിയിൽ, നോർത്ത് ഈസ്റ്റിലും വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. സുസ്മേരവദനായി വളരെ സന്തോഷത്തോടെ അച്ഛൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ വളരെ സമയം സംസാരിക്കാറുണ്ട്. അച്ഛനും കൂടെ ഉണ്ടാവും. തട്ടാമാറ്റത്തിൽ കുടുംബത്തിൽ നിന്നും 2 വൈദികർ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജോമോനച്ഛൻ
ദൈവവചന സഭയിലാണ്. അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന അവസരം സൽപ്രവർത്തനങ്ങളിലൂടെ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ജോമോനച്ചന് ഇനിയും വളരെ കാലം ദൈവവചനം പ്രഘോഷിക്കുവാൻ, ഇന്ന് ലോകത്തിലെ ഏറ്റവും ആവശ്യമുള്ളത് സമാധാനം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാവർക്കും പകർന്നു കൊടുക്കുക. വരും കാലങ്ങളിൽ ഇതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കട്ടാമറ്റത്തിൽ കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടും എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഗവൺമെൻറ്റിന് ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ജേക്കബ് കളവരകച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസഫ് സാറിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സാറിന് ഒരു വാക്യം നന്ദി പറയുന്നു. സാറ് വന്നതിന് ഒത്തിരി നന്ദി, ആശംസ അർപ്പിച്ച് തിരക്കിനിടയിലും സമയം കണ്ടെത്തിയതിന് ഒത്തിരി നന്ദി. ദൈവം സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോമോനച്ച, വേദിയിലെ വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരന്തരീക്ഷമാണ് ഈ 25 വർഷം പിന്നിടുമ്പോൾ ജോമോനും അതുപോലെ തന്നെ ജോമോൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഇടവകയിലെ മുതിർന്ന വൈദികൻ എന്നുള്ള നിലയിൽ ഈ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസ നടത്തണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിന് കാരണം വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഇവിടെ സഞ്ചാരമാക്കുവാനായിട്ട് സാധിച്ചു എന്നതാണ്. പണ്ടാരശ്ശേരി പിതാവ് പറഞ്ഞതുപോലെ ജോമോനച്ചൻ്റെ ശരീരഭാഷ തന്നെ സന്തോഷമാണ്. വളരെ സന്തോഷത്തോടും പുഞ്ചിരിയോടും കൂടി മാത്രമേ അദ്ദേഹം ആരോടും ഇടപെടാറ്. ഇതിന് കാരണം അതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ബൈബിളിലെ പ്രത്യേകത ഞാൻ ഓർക്കുകയാണ്. ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു സന്തോഷമാണ്. ജൂബിലി എന്ന് പറയുമ്പോൾ അത് തന്നെ സന്തോഷത്തിൻ്റെ ഒരു വാക്കാണ്. അതിന് കാരണം നമുക്കറിയാം, ബൈബിൾ പശ്ചാത്തലത്തിൽ ജൂബിലി 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഇസ്രായേൽ ജനതയെ നമുക്ക് കാണുന്നുണ്ട്. അവിടെ ഗോത്രപിതാക്കന്മാരുടെ നേതൃത്വത്തിൽ പാലസ്തീനായിലെ വിവിധ ഭാഗങ്ങളിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നു. ദൈവം പിതാവാണ്, ദൈവത്തിൻ്റെതാണ് പ്രപഞ്ചം മുഴുവനും. അതുകൊണ്ട് സ്വത്തും സൗഭാഗ്യങ്ങളിലെല്ലാം അവിടുത്തെ വരദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ 50 കൊല്ലം കഴിയുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഉലച്ചിലും അസമത്വവും ഒക്കെ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തെ പിതാവായി അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും സമത്വത്തിൽ കഴിയണം എന്ന് വിചാരിച്ച് തങ്ങളുടെ സ്വത്ത് പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായ സന്ദർഭമാണ്.
ജൂബിലി ആഘോഷങ്ങൾ. ഈ രീതിയിൽ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു വലിയ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉൾക്കൊള്ളുന്ന സമൂഹം. ഞങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ള തോന്നൽ, ഈ ഒരുമയാണ് സന്തോഷത്തിന് ആധാരമായിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ എല്ലാവിധ സന്തോഷ അനുഭവങ്ങളും ജോമോനും കുടുംബത്തിനും, പ്രത്യേകിച്ച് അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും ഞാൻ ഈ ജൂബിലിയുടെ അവസരത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. അടുത്തതായി ദശാമറ്റം കുടുംബാംഗങ്ങളുടെ ഒരു സ്നേഹോപഹാരം ജോമോനച്ചന് നൽകുന്നതിനായി ബേബി പാപ്പനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ഇടവക സമൂഹത്തിന്റെ സ്നേഹോപഹാരം നൽകുന്നതിനായി കൈക്കാരന്മാരെ ക്ഷണിക്കുന്നു. താങ്ക് യു ക്രിസ്റ്റി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി സെന്റ് ജോൺസ് മിഷൻ സെമിനാരി റെക്ടർ ഫാദർ മൈക്കിളിനെ ക്ഷണിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോമനച്ച, വികാരിയച്ച, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ എല്ലാ SPD സ്ഥാപനങ്ങളിലെയും വൈദികരുടെയും വൈദികാർത്ഥികളുടെയും അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ SPD അച്ഛന്മാരുടെയും പ്രതിനിധി ആയി ജൂബിലി ആശംസ നേരുന്നതിന് ലഭിച്ച ഈ അവസരം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്. സമയം അതിക്രമിച്ചതോടെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, സന്തോഷത്തിൻ്റെ ആഘോഷമാണ് ജൂബിലി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യമാണ്. ഞാൻ ഒരു നല്ല ഇടയനാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്നതും ജോമനച്ചൻ നല്ലൊരു ഇടയനായിട്ടാണ്. ആരാണ് നല്ല ഇടയൻ? നമുക്കറിയാം. ഒരാൾ പോലും നഷ്ടപ്പെടാതെ എല്ലാ ആളുകളും സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നല്ല ഇടയൻ. എന്ന് പറഞ്ഞതുപോലെ ജോമനച്ചനും ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ എല്ലാവരും നല്ല അവസ്ഥയിലായിരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി സഹായിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വൈദികാർത്ഥിയായിരുന്ന സമയത്തും എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും സഹപാഠികൾക്കും എല്ലാം നല്ല ഉപദേശങ്ങൾ നൽകി, നല്ല നിർദ്ദേശങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചൊരു വൈദികനാണ്. ഈ സന്തോഷ അവസരത്തിൽ എല്ലാ SPD അച്ഛന്മാരുടെയും പേരിൽ ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജോമോനച്ചനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട സാബു അച്ഛൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ PJ ജോസഫ് സാർ, Honorable Minister of Water Resources, Kerala Government, and a good friend of Father Tamatam, the Hassan, Father Michael SPD, Director of SPD Minor Seminary, Janaseri, ബഹുമാനപ്പെട്ട കടപ്പരയച്ചൻ, ശാന്തകുഞ്ഞമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, ചേച്ചച്ച, വേദിയിലിരിക്കുന്ന കാരണവന്മാരെ, fathers, brothers, sisters, and distinguished guests. ഒത്തിരിയേറെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, എനിക്ക് ഈ കൃപ തന്നതിന്. As I said, I feel so happy and fulfilled that I am a Catholic SPD missionary priest working in North East India. എനിക്ക് ഒത്തിരിയേറെ സന്തോഷവും അഭിമാനം തോന്നുന്നു ഞാനൊരു SPD മിഷണറി ആയിട്ട് നോർത്ത് ഈസ്റ്റ് ജോലി ചെയ്യുന്നതിന്. ഇതിന് പ്രധാനപ്പെട്ട കാരണം
നിങ്ങളുടെ ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ആണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠം പഠിപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാച്ചനും അമ്മച്ചിക്കും ഒത്തിരിയേറെ നന്ദി. ചാച്ചൻ ഇന്ന് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ അമ്മച്ചി ചാച്ചനും എന്നെ എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരെക്കാളും പ്രൊഫസറെക്കാളും കൂടുതലായിട്ട് ജീവിതത്തിൽ പഠിപ്പിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം ഞാൻ അമ്മച്ചിയെ പറ്റി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മച്ചിക്കും ചാച്ചനും ഒരു നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഒരാളെങ്കിലും പള്ളിയിൽ പോരികണമെന്ന്. കുർബാന എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത സമയത്ത് തന്നെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നെയായിരുന്നു. പലപ്പോഴും ആഗ്രഹമില്ലെങ്കിൽ പോലും ആണ്ടിൽ 350 ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എനിക്ക് പള്ളിയിൽ പോകണമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുർബാനയിൽ പങ്കെടുക്കണമെന്ന് വീട്ടിൽ നിയമമായിരുന്നു. അങ്ങനെ 350 കഴിഞ്ഞപ്പോൾ 365 ദൈവത്തോടു കൂടിയാണ്. അതിന് അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും ആ മാതൃകയായിരുന്നു എനിക്ക്. അതുകൂടാതെ വീട്ടിലെ വൈദികരെയോ സന്യാസിനെയോ വിമർശിക്കാൻ വീട്ടിൽ അനുവാദമില്ലായിരുന്നു. ഇതൊക്കെ ദൈവവിളി കൂടുന്നതിന് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒറീസയിലായിരിക്കുമ്പോൾ അമ്മച്ചി എനിക്കൊരു എഴുത്തെഴുതി. 4ാം ക്ലാസ് പഠിച്ച എൻ്റെ അമ്മച്ചി ചില കാര്യങ്ങൾ എഴുതുന്നത് എപ്പോഴും മറക്കാൻ സാധിക്കില്ല. അന്ന് എഴുതി, മോനെ, മറ്റുള്ളവരെ ഭരിക്കാനല്ല, മറ്റുള്ളവരെ നയിക്കാനാണ് നീ അച്ഛനായിരിക്കുന്നതെന്ന്. മറ്റുള്ളവരെ ഭരിക്കാനല്ല, മറ്റുള്ളവരെ നയിക്കാനാണ്. ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ അമ്മച്ചി പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു. അതിന് അമ്മച്ചിക്ക് ഒത്തിരി ഒത്തിരി നന്ദി. ഇനി അടുത്തോടെ എനിക്ക് നിറയുള്ള ശ്രീ പി ജോസഫ് സാറിനോടാണ്. പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട സാബുവച്ചന്, അതുപോലെ ബേബിച്ചന്, SVD ഡയറക്ടർമാർ, ഡയറക്ടർ SVD ചങ്ങനാശ്ശേരി, ഇവരെല്ലാം മംഗളങ്ങൾ നേർന്നു. ഇവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പ്രതികൂടിയിരിക്കുകയാണ്. എന്നാലും ബഹുമാനപ്പെട്ട സാബുവച്ചന് ഇവിടെ വന്ന ശേഷം എനിക്ക് വളരെയധികം വളരെ അടുപ്പം തോന്നി. അച്ഛൻ എപ്പോൾ ചെന്നാലും എന്ത് കാര്യങ്ങളും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ, വളരെ എന്താ പറയുക, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദര സ്നേഹത്തോടെ എപ്പോഴും നമുക്ക് കയറി ചെല്ലാൻ സാധിക്കുമായിരുന്നു. അച്ഛന് ഇവിടെ നിന്ന് താമസിക്കാൻ പോവുകയാണ്. ഏതായാലും അച്ഛൻ്റെ 3 വർഷത്തെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതിന് പ്രത്യേകിച്ച് അച്ഛന് ഞാൻ നന്ദി പറയുന്നു. ബേബി അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കത് കൈയടിക്കാം. ഇനി അടുത്തത് എൻ്റെ SVD സൊസൈറ്റിക്കും എൻ്റെ എല്ലാ ഫോർമേറ്റേഴ്സ്, മാടധാന്യത്തിന് മുതൽ എൻ്റെ ഫോർമേറ്റേഴ്സായിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സുപ്പീരിയേഴ്സും ഇവിടെ വന്നിരിക്കുന്ന SVD സഭയിലെ എല്ലാ അച്ഛന്മാർക്കും, പ്രത്യേകിച്ച് ഗോഹട്ടിയിൽ നിന്ന നമ്മുടെ അച്ഛന്മാരുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന്, ഗോവയിൽ നിന്ന്, ആസാമിൽ നിന്ന്, അരുണാചൽ പ്രദേശിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലരും ഇവിടെ വന്നിട്ട് സുഹൃത്തുക്കളാണ്. അവരെല്ലാം പ്രത്യേകം വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നു. സ്പെഷ്യൽ ഫാമിലി ഹു ഹാവ് കം ഫ്രം ആസാം, ദ ഫാമിലി ഓഫ് മിസ്റ്റർ പൗലോസ് ആൻഡ് നീലിമ. So I want to thank you very much for coming over all the way from Assam to Karimundam for my jubilee. നമ്മുടെ ആസാമിൽ നിന്നും ഒരു ഫാമിലി ഈ ജൂബിലി ആഘോഷിക്കാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മിസ്റ്റർ പൗലോസ്, പ്ലീസ് കം. ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് യു. ഇവർ ബോഡോ വർഗ്ഗക്കാരാണ്. അവരുടെ കുടുംബത്തിൽ അവരുടെ വീട് താമസിച്ചുകൊണ്ടായിരുന്നു. ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അവരുടെ വീട് താമസിച്ചുകൊണ്ടിരുന്ന ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സൗഹൃദവും ധ്യാനങ്ങളിൽ കൂടി അവർക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇത് മിസ്റ്റർ പൗലോസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നീലിമ ടീച്ചറാണ്, അദ്ദേഹത്തിൻ്റെ അനിയത്തി റിജുല, 2 കുഞ്ഞുങ്ങൾ. ഇവരുടെ ബോർഡർ ഡ്രസ്സാണ് നിങ്ങൾ കാണുന്ന അവരിട്ടിരിക്കുന്നത്. അവിടുത്തെ സ്പെഷ്യൽ ഡ്രസ്സാണ്. ആസാമിലെ ഏറ്റവും വലിയ ട്രൈബാണ്. സോ വി വാണ്ട് ടു താങ്ക് യു ഫോർ കമ്മിങ് ഓവർ ഹിയർ. ലെറ്റ് us give a good applause. Thank you so much, നീലിമ. സോ ഇനി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സന്യസ്തർക്കും, ഈ ഇടവകയിലെ എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും, അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാർ, അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിലേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൊച്ചച്ഛൻ എന്നിവയുള്ള ഈ ഹോളിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും നേതൃത്വം വെച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എന്നിരുന്നാലും എനിക്ക് ഇനി എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും നന്ദി പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ തന്നെയും ചേട്ടായി, ഷൈജു,
ടൈറ്റസും അളിയന്മാർ എല്ലാവരും പെങ്ങന്മാരെല്ലാം അതുപോലെ തന്നെ സിസ്പില്ലോ ഇവരെല്ലാം ഒത്തിരിയേറെ ഒത്തുചേർന്ന് വളരെയധികം അധ്വാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ ഒരു ദിനം കാണുവാനും അതോടൊപ്പം ഐ ഫെൽ സോ ഹാപ്പി ദാറ്റ് ദേ ആർ സോ കോപ്പറേറ്റീവ് ആൻഡ് ദേ ആർ വൺ ഇൻ മൈൻഡ് ആൻഡ് ഹാർട്ട്. ചേട്ടായി മുതൽ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൊച്ചുമക്കൾക്കും നന്ദി, നമസ്കാരം. ഞാൻ പ്രത്യേകമായിട്ട് 2-3 പേർ കൂടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിന് ശാന്ത കുഞ്ഞിമ എന്നെ ചെറുപ്പത്തിലെ മുതലേ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. എനിക്ക് പേര് തന്നെ നല്ലത് കുഞ്ഞിമയാണ്. കുഞ്ഞിമയ്ക്ക് ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരനും യുഎൽ സജിമോൻ ഇതിനായിട്ട് തന്നെ വന്നു. സജിമോനും പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചിടിൽ ഇവിടെ MC ആയിരുന്നത് ചേട്ടൻ്റെ മോനാണ്. അദ്ദേഹം LLB MBA കഴിഞ്ഞ് ഇപ്പോൾ കോട്ടയം രൂപതയിൽ ചേർന്നിരിക്കണം. അദ്ദേഹം വളരെ മനോഹരമായിട്ട് MC-യും അതോടെ തന്നെ പള്ളിയിലെ ഗാനങ്ങളെല്ലാം ചെയ്തു. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അവർക്കും മറ്റ് അളിയന്മാർക്കും പെങ്ങന്മാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അവസാനമായിട്ട് എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും, എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് കൊടലപ്പടിയിലെ അന്നമ്മ ഗുര്യൻ ഇന്ത്യനാട്ടിൽ അമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. സോ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സന്തോഷത്തിനും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺ ആൻഡ് ഓൾ. താങ്ക് യു ജോമനകൾ. അടുത്തതായി നമ്മളിൽ അധികം പേർ കേട്ടിട്ടില്ലാത്ത ഒരു ആസാമി ഗാനമാണ്. I invite ശ്രീമതി നീലിമ to sing an Assamese song. Be
താങ്ക് യു. അടുത്തതായി അയൽപക്കക്കാരുടെ പ്രതിനിധിയായി ശ്രീ ബെന്നി പാമ്പിക്കലിനെ ക്ഷണിക്കുന്നു. ആശംസ അറിയിക്കണം. സ്നേഹം നിറഞ്ഞ ജോമനച്ച, വേദിയിലെ വൈദികർ പലരുമുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. ടൈറ്റസ് അച്ഛനെ അറിയാം. സദസ്സിലുണ്ട് വൈദികരും സിസ്റ്റേഴ്സും അടക്കം. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ തൊട്ട് അയൽവക്കക്കാരനായ തട്ടാമറ്റത്തിൽ ജോമോൻ അച്ഛൻ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ 25 വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ ജൂബിലി നെടികാട് പള്ളിയിൽ വെച്ച് ആഘോഷിച്ചതാണ്. അദ്ദേഹം ഇപ്പോ പരിയാരം തലശ്ശേരി രൂപതയുടെ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവായി വർക്ക് ചെയ്യുന്നു. തലശ്ശേരി രൂപതയ്ക്ക് പോയത് എൻ്റെ അമ്മയുടെ അപ്പന്റെ വല്യപ്പന്റെ അനിയൻ വള്ളോപ്പള്ളിയിൽ പിതാവ് കർഷകർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ ചേട്ടന്റെ മകനാണ് ഞാനെന്നുകൊണ്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് എനിക്കൊരു അവസരം തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അയലോകത്ത് തട്ടാമറ്റത്തിൽ കുടുംബം, ആ തട്ടാമറ്റത്തിൽ കുടുംബത്തിലെ 2 ആളുകൾ, ജോമോൻ അച്ഛനും ടൈറ്റസ് അച്ഛനും ഈ വൈദിക ജോലിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളൊക്കെയും ഏറെ സന്തോഷിച്ചു. ഇപ്പോൾ അച്ഛന്റെ 25 വർഷം പൂർത്തിയാകുന്ന ഈ ആഘോഷം പങ്കിടുന്ന വേളയിൽ നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാരുടെ എല്ലാ സ്നേഹങ്ങളും ജോമോൻ അച്ഛന് ഇവിടെ പങ്കിടുകയാണ്. ഞാനവിടെ ഇരിക്കുന്ന സിസ്റ്ററെ ഓർക്കും. തെക്കുമുട്ടി ബെന്നി, എന്റെ സുഹൃത്ത് ബെന്നിയുടെ പെങ്ങളുടെ സിസ്റ്ററുടെ ഇരിപ്പുണ്ട്. ശനിയാഴ്ചയല്ല, അല്ല 17-ാം തീയതി സിസ്റ്ററിന്റെ ജൂബിലിയാണ്. ഞങ്ങളിവിടെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ദൈവം തരുന്നു. പലരും പറഞ്ഞു ഇതൊക്കെ ദൈവം തരുന്ന ദാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. അതിന് ഒത്തിരി ആളുകൾക്ക് കിട്ടാറില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന കാര്യമാണ്. സാബോച്ചൻ എന്നോട് കണ്ണിറക്കി കാണിക്കുന്ന നിർത്ത്. ഞാൻ പറഞ്ഞാൽ കൂടുതൽ പറയും. എനിക്കൊരു സങ്കടമാണ്. 3 വർഷമായി സാബോച്ചൻ ഈ ഇടവകയിൽ വന്നിട്ട്, ഞാൻ നെടികാട് ഇടവക്കാരനാണ്. സാബോച്ചൻ 3 വർഷമായി ഈ ഇടവകയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ജനമൈത്രി ബസ് സർവീസിന്റെ തുടക്കം തന്നെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, നന്ദിയോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയാണ്. അച്ഛൻ പടം കൊണ്ട് അച്ഛനോട് പറഞ്ഞു, ട്രാൻസ്ഫർ ഞാൻ പുറങ്ങപ്പള്ളിയിൽ കയറിയായിട്ടാണ് പോകുന്നെന്ന്. എന്നെ കോർപ്പറേറ്റ് സെക്രട്ടറി, ഞാൻ അധ്യാപകനാണല്ലോ, എന്നെ കോർപ്പറേറ്റ് സെക്രട്ടറി സ്ഥലം മാറ്റിയപ്പോൾ പറഞ്ഞു, നിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൊമോഷനായിട്ടാണ് വിടുന്നത്. ഇവിടുന്ന് അച്ഛന്റെ അവിടെ വീടുള്ളിടത്ത് അച്ഛനെ പടമുഖത്തേക്ക് പ്രൊമോഷനായിട്ട് വികാരി അച്ഛന് പ്രൊമോഷനായിട്ടാണ് പോകുന്ന അച്ഛൻ പറയുന്നത്. ഇത്രയും ദൂരം എന്നാലും ആയിക്കോട്ടെ, ഇതൊക്കെ തീരുമാനിക്കുന്നു നമ്മളല്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഏറ്റവും സ്നേഹത്തോടു കൂടി ജോമോൻ അച്ഛന് ഞങ്ങളുടെ നാട്ടുകാരുടെ പേരിലുള്ള എല്ലാവിധ ആശംസയും പ്രാർത്ഥന മംഗളങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ടൈറ്റസ് അച്ഛനും ടൈറ്റസ് അച്ഛന്റെ 25 വർഷത്തെ ജൂബിലി ഇവിടെ തന്നെ നമുക്ക് കൂടുവാനുള്ള അവസരം നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടുകാരുടെ എല്ലാവരുടെ പേരിലുള്ള ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, പ്രാർത്ഥനകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി നന്ദി പറയുന്നതിനായി തട്ടാമറ്റം കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷൈജു ജെയിംസിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാബുവച്ചൻ, വിശിഷ്ടാതിഥി ആദരണീയ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി പി ജെ ദാസ, നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് കാരണഭൂതനായ നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ അച്ഛൻ,
ബഹുമാനപ്പെട്ട ഡൈക്കസച്ച്, സിസ്റ്റർ ക്രിസ്റ്റീൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ, സമയം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞാനൊരു വലിയ നന്ദി പ്രസംഗത്തില്ല. ഒറ്റ വാക്കിൽ എല്ലാവർക്കും പത്താമത്തെ കുടുംബാംഗങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സൈജേബിൾ. ഈ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ജോമോനസിന്റെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ജോമോനസിന്റെ പേരിലും സദാമറ്റം കുടുംബത്തിന്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഉടനെ തന്നെ സ്നേഹവിരുന്ന് ആരംഭിക്കുകയാണ്. ഫുഡ് ബ്ലസ് ചെയ്യുന്നതിനായി വൈദികരെയും ക്ഷണിക്കുന്നു. ഹാളിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
മനുഷ്യനാതുപോലെ ജീവിതം വെളിവേലിയിൽ ചിന്തയും കരുണയാമെന്ന നിറച്ചീരനെ വിശുദ്ധിയാം പ്രഭയേറെ തൂകിടാം ഞാൻ കരുണയാമെന്ന നിറച്ചീരനെ വിശുദ്ധിയാം പ്രഭയേറെ തൂകിടാം ഞാൻ ഒരു മനുഷ്യനാതുപോലെ ജീവിതം വെളിവേലിയിൽ ഇന്നേയും നിതാ ഒരു മനുഷ്യനാതുപോലെ ജീവിതം വെളിവേലിയിൽ ഇന്നേയും നിതാ ഒരു കിടിലൻ ഡാൻസുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു ആരുൺ, അക്ഷയ്, അഭിഷേക് ആൻഡ് അഭിജിത്ത്. Goodbye, baby.
പന്തലിലാണവാകുന്നേ മാരന്മേനിയിൽ മികനർമ്മണം പൂറ്റി മാനം കോളിത്തേ മാനിതമാമംഗള പന്തലിലാണവാകുന്നേ മാരന്മേനിയിൽ മികനർമ്മണം പൂറ്റി മാനം കോളിത്തേ ആദരവായി പുറന്തോടൽ നേരന്നേ മുന്തിയ മേദരത്തിൽ പന്തൽ മാരുത ജലസാകുന്നേ അടയിരിക്കും മക്കികൾക്കാകി മഹമുത്ത് പൂവേ ശരഫുകളാൽ നിലകളലുകളെ തീശാമിതായൊരു തീരത്തിളങ്ങി വെങ്കിലുമെങ്കുത്ത് രാജ തങ്കക്കനിയുന്നത് സൗജ പന്തലകം ചന്തമലങ്കൃതമാ പരിശുദ്ധമാലരുകളാ മലർവനിയെങ്കും സീഹാ മണിമാരൻ സൗഭാഗ്യം മതിയത്തായി മംഗളം കൂടാ മനമൊന്നായി കല്യാണം ചേരാ ചേരാനിയുള്ളാകെ വെളിയാകി ഒളിയാകി ഈ രണ്ടുമാകി കാനാകി വിലയാകി മലയാകി കൗനാകെ കൗനിൽ മതിയാക്കി പകലാക്കി തുടർന്നിട്ട് നാട് പൊളിയാക്കി ജഗലേറ്റി നാടാക്കി നീയാകെ തുടരെ വിടരിട്ടെടുത്തു ആദിയായി ലോകത്തിൽ വന്നുവിട്ടേ യത്തിരാവിധത്തിലെത്തി തത്തിടുന്ന ജന്നത്തില ചുറ്റിലും സഹാബതുത്തു മംഗളമാലേ ചുറ്റിടും സഹാവത്താലെ ഔലിയാക്കു ചാകിരികൾ എന്തിനാം നിറമ്പകന്ന തിങ്കളതാലേ പുത്തനാമി വാക്കൊടുത്ത് ബത്തിലാശമെന്ത് രണ്ട് പുണ്യസഭയ്ക്കെന്ത് ചന്തമെന്തിരുമാലേ വർത്തമാനമാർജിത്ത് ഒത്തിടുന്ന മലയകത്തു അമ്പതിന്റെ മുമ്പതെത്തിയെമ്പിടും ചേലേ സ്വാതിക്കായ നബിയൊരു കാതിരത്ത മംഗളത്തിൽ നബി ഇബ്രാഹിമിന്റെ സഭയിലെത്തി ആ സഹിമാനം നീരിക്കണ സഹിരത്തി തലികത്താരിയും വിയസങ്കരത്തിയും സമയത്തിന്റെ പൊലിവേ സമയങ്ങൾ അടങ്ങല ജമലിന്റെ ഒളിവ് റസൂലുള്ള വിരുദ്ധത്തിനൊളിവേ റസൂലുകളും വിയക്കളാകെയും മധുകൾ മധുകൾ മത്തരിടും നാളാ இந்த മകസത്തിൻ മലരിൻ വരാവാ മഹൗദിൻ മനസ്സുകൾ മേന്മ കാണാൻ മകസലയടങ്ങലും പുതുമ പുതുമ പുതുരേണം നിറവേ ഉലകത്തിൽ കുസുമങ്ങളാകെയും മണമേ കുതുകുലം മതിവാനിലുയരേ കുളിർമയിൽ കണ്ണങ്ങളാകെയും തെളിവത്ത പുതുമறை മണമിളം നബിയുള്ള താനം ഉയർക്കൊള്ളുന്നേ വെളിവച്ച കുരുതിയിൽ കൊച്ചികൊള്ളും രാജ്യത്തിൽ വേറിട്ട മംഗളത്തിന് സന്ധിടുന്നേ അനുഗ്രഹമായ ദൂതൻ അഹമ്മദ് നബിയിൽ അതികൊത്തിയാകെ അസകൊടിയാ സമയങ്ങൾ വസെങ്കിൽ തിരുമുത്ത് പുറപ്പെടലായി പുതുമകൾ പോകി മോദ